പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ചെമ്പകര, പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണഗതിയിൽ കളരികളിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഒന്നടിച്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വലത് കൈക്കാണ് പൊതുവിൽ അടിക്കാറുള്ളത്. നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് റോഡിൽ പോകുമ്പോൾ ചിലപ്പോൾ ഒരുത്തിന് ഇടം കയ്യനാണെങ്കിൽ ആദ്യത്തെ അടിക്ക് നമ്മുടെ ബോധം പോകും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ തന്നെ രണ്ട് കൈയും പ്രാക്ടീസ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അതായത് രണ്ട് കൈയുടെ ബ്ലോക്കുകളും സെയിം ആയിരിക്കണം, രണ്ട് കൈയുടെ പ്രയോഗങ്ങളും സെയിം ആയിരിക്കണം. അങ്ങനെയാണ് കളരിപ്പയറ്റ് പൊതുവിൽ നമ്മുടെ ഇവിടെ ക്ഷയിച്ചിട്ട് മറ്റു കുട്ടികൾ കൂടുതൽ ട്രിക്കുകൾ പഠിക്കാനായിട്ട് മറ്റുള്ള ആർട്ടുകളിലേക്ക് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. കാരണം 10-12 വർഷമൊക്കെ അവരുടെ ജീവിതം കളഞ്ഞ് ആശാന്മാർ പഠിപ്പിക്കാതിരിക്കുമ്പോൾ എത്രയും വേഗം 10 ട്രിക്ക് കിട്ടാനായിരിക്കുമല്ലോ നമ്മുടെ മനസ്സ് കൊതിക്കുക. അങ്ങനെ ആയിരിക്കും വിദേശമായിട്ടുള്ള ഒരുപാട് ആർട്ടുകൾ നമ്മുടെ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾക്ക് കളരിപ്പയറ്റിനെ എന്ത് ചെയ്യാം, കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് ഒരു റിസർച്ചിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാറ്റപ്പെടുത്തണം, അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ട് കൈയും പ്രാക്ടീസ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. അതുപോലെ തന്നെ ചിലർ പറയും, ഇപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ 10 പേരെ 50 പേരെയൊക്കെ അടിക്കാം, 2 ദിവസം മതി എന്നൊക്കെ പറയും. ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. ഞാൻ ഈ പറയുന്ന സത്യമാകണമെങ്കിൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ തന്നെ റോഡിലൊരു പ്രശ്നത്തെ ഫേസ് ചെയ്യണം. ഞാൻ പറയുന്നത് സത്യവും നമ്മുടെ ചാനലിലെ സത്യവും നിങ്ങൾക്കത് മനസ്സിലാവും. അല്ലാതെ പറയുന്ന ആൾക്കാരെ നിങ്ങൾ വിശ്വസിച്ചോളൂ, എവിടെ വരെ, തല്ല് കൊള്ളുന്നത് വരെ മാത്രം. അപ്പോൾ അതെങ്ങനെയാണെന്ന്, എങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരാം. നേരെ വീഡിയോയിലേക്ക്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരടി തട്ടി തിരിച്ചടിക്കണ സമയത്ത് ഒഴിയുന്നത്. അത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പഠിക്കണമെങ്കിൽ പുറകോട്ടുള്ള നീക്കങ്ങൾ നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടീസ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് മുന്നോട്ടുള്ള നീക്കങ്ങൾ പൊതുവിൽ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ പുറകോട്ടുള്ള ഒഴിവുകളും അത് സഡനായിട്ട് ചെയ്യാനായിട്ട് കഴിയണം. ഇനി അടുത്തേക്ക് പോകും. ഇവിടെ നമ്മൾ പയറ്റിയതൊരു തന്ത്രമാണ്. അതായത് എതിരാളി അടുക്കുമ്പോൾ നമ്മൾ അകലുകയും എതിരാളി അകലുമ്പോൾ നമ്മൾ അടുക്കുകയും ചെയ്യുമെന്ന് പറയുന്നൊരു തന്ത്രം. അതായത് നമ്മൾ ആദ്യം ചെയ്തപ്പോൾ അടി വന്നപ്പോൾ ആൾ ഒഴിഞ്ഞ സമയത്ത് ഗ്യാപ്പ് കൂടുതലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നേരെ കയറി കിക്ക് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, അതുപോലെ തന്നെയാണ് പൂട്ടുകളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കൈക്ക് പൂട്ട് ചെയ്ത് പഠിക്കരുത്. ഒരു കൈക്ക് പൂട്ട് എത്ര പൂട്ടുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അത്രയും പൂട്ടുകളുടെ അഴിവുകൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ക ശ്രദ്ധിച്ചോണം കേട്ടോ. കാരണം അല്ലെങ്കിൽ നിങ്ങളവിടെ പൂട്ട് നിൽക്കാനേ പറ്റുള്ളൂ. അഴിക്കുകയും ആ അഴിച്ചതിനെ തിരിച്ചിട്ട് പൂട്ടുകയും ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. അതെങ്ങനെ, രണ്ട് കൈക്കും. അപ്പോൾ ട്രെയിനിങ്ങിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എന്ത് പഠിച്ചാലും രണ്ട് കൈയും രണ്ട് കാലും ഒരുപോലെ വർക്ക് ചെയ്യണം. അടുത്തതിലേക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ അടിച്ച സമയത്ത് അടുത്ത ആൾ കയറി അടിച്ചു, എതിരാളി ഒഴിഞ്ഞ സമയത്ത് നമ്മൾ കയറി ഒരു കിക്ക് ചെയ്ത് കാലിനിട്ട്, അതും അവൻ ഒഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഫ്ലൈ കിക്ക് ചെയ്യണം. ഇങ്ങനെ അകലം കീപ്പ് ചെയ്യാനായിട്ടുള്ളൊരു പഠനം വളരെ അത്യാവശ്യമാണ് നമ്മുടെ ഏത് മാർഷൽ ആർട്ടിലും. ആൾ അടുക്കുമ്പോൾ അകലുകയും അകലുമ്പോൾ അടുക്കുകയും ചെയ്യുന്ന പറഞ്ഞാൽ ഒരു തിയറി. ഇങ്ങനെ 100 കണക്കിന് തിയറികളുണ്ട്. ഈ തിയറികളെല്ലാം നമ്മുടെ ട്രെയിനിങ്ങിൽ വന്നില്ലാത്ത പക്ഷം നമ്മൾ കൊലയാളിയൊക്കെ കൊല്ലുമെന്ന് പറഞ്ഞാലും അല്ലെ വരുന്ന ഏതവനെടുത്ത് കളയുമെന്നൊക്കെ പറയുന്നതൊക്കെ വളരെ തെറ്റായ ധാരണകളാണ്. ചില അനുഭവങ്ങളുണ്ട്, ഞാൻ പറയാം. എന്നെ ആയോധന കല പഠിപ്പിച്ച പല ഗുരുക്കന്മാരുണ്ട്. അവരിൽ എന്ത് എതിർത്താലും നമ്മൾ ആരെ ഒന്നും ചെയ്യരുത്, ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു തന്ന ഗുരുക്കന്മാരുണ്ട്. ഒരു വശമാണ് പറയുന്നത് കേട്ടോ. മറ്റു ചില ഗുരുക്കന്മാരുണ്ട്, അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടുമെത്തൽ കിടക്കുകയും കുട്ടികളെ കസേരയിൽ നിന്ന് പഠിപ്പിക്കുകയും ചെയ്യും. അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിറങ്ങി ചെയ്തില്ലാത്ത പക്ഷെ നമ്മൾ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു ഡാൻസ് കളിക്കുമ്പോൾ അതിൻ്റെ രീതിക്കും മാർഷൽ ആർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ രീതിക്കും ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു റഫായിട്ട് ഇപ്പോൾ ഒരു അടിയൊക്കെ നമ്മൾ കരണത്ത് വാങ്ങുകയും തിരിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് റോഡിൽ കിട്ടുന്ന ഒരു സുഖം കിട്ടുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്ന ആശാന്മാരുണ്ട്. ഇനി മറ്റൊരാശാനോട് പറഞ്ഞ് എന്ത് കാര്യം കിട്ടിയാലും നമ്മളതൊന്ന് ചെയ്ത് നോക്കണം കുഞ്ഞാ, എന്നാലേ ശരിയാവുള്ളൂ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കയറി ചെയ്ത് കാണിച്ചിട്ടുണ്ട് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള പ്രാക്ടീസുകൾ നമുക്ക് ശരിക്കും അത്യാവശ്യമാണ്. എന്ന് പറഞ്ഞാൽ റോഡിൽ തല്ലാനെന്നല്ല അർത്ഥം. എന്തൊരു പ്രശ്നം വരുമ്പോഴും നമ്മൾ ഡോജോയിൽ ചെയ്യുന്ന കാര്യത്തിലായിരിക്കില്ല റോഡിൽ നടക്കുക. ഇനി നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ ഇവിടെ ഒരു പ്രാവശ്യം ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഷൂട്ട് നടന്നു. ഷൂട്ടിന് നമ്മൾ ഉദ്ദേശിച്ച ഒരു T ജംഗ്ഷനാണ്. T ജംഗ്ഷനിലേക്ക് ഒരു കാറ് വരുന്നു, ഒരു ബൈക്ക് കയറി ബ്ലോക്ക് ചെയ്യുന്നു. അവിടെ വെച്ചുണ്ടാകുന്ന ഒരു അടിയാണ്. അപ്പോൾ ഇതിനെല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ പോയി നിന്ന് വന്ന സമയത്ത് 2 കുട്ടികൾ, അവിടെ ഒരു ഇതിൽ അടുത്തുള്ള 2 കുട്ടികളായിരിക്കും, അവർ വന്നിട്ട് നേരെ ചൂടായി. എന്താ ഇവിടെ പരിപാടി എന്ന് ആദ്യം ഇവരോട് ചോദിച്ചു. ഇവർ പറഞ്ഞ് പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ ഉടക്കായി.
ഈ ഉടക്കായി സമയത്ത് പ്രശ്നങ്ങളായി അടിയുടെ വക്കത്തെത്തിയപ്പോൾ നിന്ന ശിഷ്യന്മാരെല്ലാം വിചാരിച്ചു ഈ വലിയ ആശാൻ കയറി ഇപ്പം അങ്ങ് അടിച്ചു കളയും, അല്ലെ പ്രശ്നം ഒഴിവാക്കുമെന്ന്. ഞാനവിടെ ചെല്ലുന്ന സമയത്ത് ഈ ആശാൻ ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് മാറുന്ന വർത്തമാനം പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലല്ലേ, അടി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും മനധൈര്യം ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. പിന്നെ നമ്മൾ ചെന്ന് സംസാരിച്ച് ആ കുട്ടികളെ പറഞ്ഞു വിട്ടപ്പോഴത്തേക്ക് ബെൽറ്റും ഒക്കെ കെട്ടി വന്നിട്ട് ഭയങ്കരമായ കാര്യങ്ങൾ, ഞാനിപ്പോൾ അവനെ കൊന്നേനെ, ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്, ഇങ്ങനെ പറയുന്ന ആശാന്മാരുണ്ട്. ഇതുപോലുള്ള ഒരുപാട് പേരുടെ കൂടെ ഞാൻ പഠിച്ചിട്ടുള്ളത് കൊണ്ട് എന്താണ് ശരിക്കും റോഡിൽ നടക്കുമ്പോൾ ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യാത്തെന്നുള്ള ധാരണ എനിക്ക് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് പഠിക്കുന്നവർ നിങ്ങളുടെ സുരക്ഷയ്ക്കായിട്ടാണോ പഠിക്കേണ്ടത് ബെൽറ്റിനായിട്ടാണോ പഠിക്കേണ്ടത് എന്നുള്ളത് ഇന്ന് തന്നെ തീരുമാനിക്കുക. ബെൽറ്റിനാണെങ്കിൽ അത് ഫ്രെയിം ചെയ്ത് വീട്ടിൽ വയ്ക്കുക, രക്ഷപ്പെടാനാണെങ്കിൽ കളത്തിൽ ഇറങ്ങി നല്ലതായിട്ട് ഡോജോയിൽ ഇറങ്ങി പ്രാക്ടീസ് ചെയ്യുക, വിയർപ്പൊഴുക്കുക, ഫലം ഉറപ്പാണ് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം.